പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒക്ടോബർ 25 ശനിയാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ശിരസ്സിൽ ഇപ്പോഴ് കർത്താവ് തൻ്റെ വിശുദ്ധമായ വലതുകരത്താൽ നിന്നെ ആശീർവദിക്കുന്നു. നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക. കർത്താവെ, ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു, ഈ മകളെ ആശീർവദിക്കുന്നു. ഇവരിൽ പോകുന്ന ഓരോ കാര്യങ്ങളും അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും
അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കുമെന്ന് അടിച്ച കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. കർത്താവെ, ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിൻ്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവെ, ചില അപകടം പിടിച്ച സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ, ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഈശോയെ. ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, എല്ലാവിധ രോഗങ്ങളും കണ്ണ് വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. തുടയലിന് വേദനയും അതുപോലെ മരവിപ്പും ഉള്ളവരെ കർത്താവ്, പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ. അതുപോലെ ത്വക്ക് രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ കൃപാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലെ ത്വക്ക് നീറി പുകയുന്നവരുടെ, ശരീരം ചൂടുകൊണ്ട് ഉറങ്ങാൻ പറ്റാത്തവരെ, പക്ഷരോഗികളെ കർത്താവ് ആശീർവദിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ, പരീക്ഷയ്ക്ക് വരുന്ന മക്കൾ, അവരെ ഈ നിമിഷം ആശീർവദിക്കുന്നു. അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെയും ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. കൊരിന്ത്യർ 12:9 എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി, ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത്. അപ്പം എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? 70 പ്രാവശ്യം ക്ഷമിക്കാൻ. ക്ഷമ ഒരു മാർഗം മാത്രമാണ്. എന്തിനാണ്? നമ്മളെ ബലഹീനമാക്കുകയാണ്. എന്താ ബലഹീനമാക്കണത്? എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ക്ഷമ, നമ്മുടെ പവർ, ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തോറ്റു, നാട്ടുകാരുടെ മുമ്പിൽ തോറ്റു, വീട്ടുകാരുടെ മുമ്പിൽ തോറ്റു. ഇനി ഇങ്ങനെയുള്ള ചളവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ. നീ നിൽക്ക്, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി, ഗുഡ് ബൈ എന്ന് പറയും. ഗുഡ് ബൈ പറയുന്നതിനോടൊക്കെ പറയണം മക്കളെ. പത്രോസ്, പൗലോസ്, ബർന്നബാസോട് ഗുഡ് ബൈ പറഞ്ഞു. 2 തിമോത്തി 4:10 എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ആസക്തി മൂലം ദേമാസ് എന്നെ വിട്ട് തെസ്സലോനിക്കായിലേക്ക് പോയിരിക്കുന്നു. അണ്ണൻ വണ്ടി വിട്ട്. പൗലോസ് എന്താ പറഞ്ഞത്? സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അത് പൗലോസിന്റെ വേർഷനാണ്, വെളിപാടാണ്. പക്ഷേ സംടോടെ ബൈബിൾ മൊത്തം എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? സ്നേഹത്തിൻ്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട്, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത്. ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു. അപ്പം കൃപയാണ് ലക്ഷ്യം. അപ്പോൾ ദൈവത്തിൻ്റെ ആധ്യാത്മിക പരിചരണത്തിൻ്റെ പരിശീലനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ്. എംപവർ ചെയ്ത കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക. ആ ഉദ്ദേശത്തിൽ വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടത്തടിക്കുന്നതിന് മറു ചേട്ടൻ കാണിച്ചു കൊടുക്കണം. നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവന് മേലം കൂടി വിട്ടുകൊടുക്കണം. ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ 2 മൈൽ പോകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, അതിൻ്റെ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അറ്റ് എനി കോസ്റ്റ്, അറ്റ് എനി ലോസ്റ്റ്,
റിസീവ് ദ ഗ്രേസ്. ഇത് ഗ്രേസിൻ്റെ കാലമാണ്, കൃപയുടെ യുഗമാണ്, കൃപയുടെ കാലഘട്ടമാണ്. 2 കാലങ്ങളിലാണ് ദൈവം വരണത്. ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട്, രണ്ടാമത് കൃപയുടെ കാലഘട്ടമുണ്ട്. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.